ഓം മഹേശ്വരിയേ നമഃ. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ. കാടാമ്പുഴ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യമാണ് പറയുന്നത്. പണ്ട് നടന്നൊരു കഥ. ധർമ്മപുത്രരും ദുര്യോധനനും തമ്മിൽ സൂത് കളിച്ചു. ധർമ്മപുത്രനും പാണ്ഡവരും എല്ലാവരും കളിയിൽ തോറ്റപ്പോൾ പാണ്ഡവന്മാരെ വനവാസത്തിന് പറഞ്ഞയച്ചു. വനവാസ കാലശേഷവും കൗരവന്മാർ തിരിച്ചു വന്നാൽ രാജ്യം കൊടുത്തില്ലെങ്കിൽ അവരുമായി യുദ്ധം വേണ്ടി വന്നേക്കും. അപ്പോൾ വളരെ പ്രബലന്മാരായ ശത്രുക്കളെ ജയിക്കാൻ ദിവ്യായുധങ്ങൾ വേണ്ടി വന്നേക്കുമെന്ന ചിന്തയാൽ യുദ്ധത്തിൽ ജയിക്കാൻ പരമശിവനിൽ നിന്നും പാശുപതാസ്ത്രം കരസ്ഥമാക്കാൻ ഉദ്ദേശിച്ച് അർജുനൻ കാമ്യക വനത്തിൽ ചെന്ന് ശിവനെ പ്രത്യക്ഷപ്പെടുത്താൻ തപസ്സിരുന്നു. അർജുനൻ്റെ തപശക്തി കൊണ്ട് പാർവതി പരമേശ്വരനോട് അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാൻ അപേക്ഷിച്ചു. അപ്പോൾ ശിവന് അർജുനനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അതിനുശേഷമേ അസ്ത്രം കൊടുക്കാൻ പറ്റൂ എന്നായി തീരുമാനം. അതിന് അർജുനനുമായി ഒരു യുദ്ധം സൃഷ്ടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനായി ഭഗവാൻ കാട്ടാള വേഷമെടുത്ത് പുറപ്പെട്ടു. അപ്പോൾ പാർവതി ദേവിയും ഒരു കാട്ടാളത്തിയായി വേഷമെടുത്തു ഭഗവാന്റെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ അർജുനൻ തപസ്സിരിക്കുന്ന സ്ഥലത്തെത്തി. ആ സമയത്ത് ദുര്യോധനൻ്റെ കൽപ്പനപ്രകാരം അർജുനനെ വധിക്കാനായി മൂകാസുരൻ ഒരു പന്നിയുടെ വേഷത്തിൽ വന്നു. അർജുനൻ്റെ നേർക്ക് വന്നപ്പോൾ അർജുനനും അതേസമയം തന്നെ കാട്ടാള വേഷധാരിയായ പരമശിവനും അതേ സമയത്ത് അമ്പുകൾ എയ്തു. അസുരൻ മരിക്കുകയും ചെയ്തു. അപ്പോൾ അവർ രണ്ടുപേരും താനാണ് അസുരനെ കൊന്നതെന്ന് പറഞ്ഞു. തർക്കത്തിലായി. തർക്കം മൂത്ത് യുദ്ധത്തിലായി. രണ്ടുപേരും അസ്ത്രപ്രയോഗം തുടങ്ങി. പക്ഷേ വില്ലാളി വീരനായ അർജുനൻ്റെ അസ്ത്രപ്രയോഗത്തിൻ്റെ തീക്ഷ്ണതയാൽ ഭഗവാൻ ക്ഷീണിതനായി. ഇത് കണ്ട പാർവതി അർജുനൻ്റെ അസ്ത്രങ്ങളെല്ലാം പുഷ്പങ്ങളായി തീരട്ടെ എന്ന് ശപിച്ചു. എങ്കിലും അർജുനൻ പുഷ്പവർഷം ചെയ്ത് ഭഗവാനെ പുഷ്പം കൊണ്ട് മൂടി ശ്വാസം മുട്ടിച്ചു തുടങ്ങി. അപ്പോൾ കാട്ടാള രൂപിണിയായ ദേവി അർജുനൻ്റെ ആവനാഴിയിൽ പുഷ്പങ്ങളും ഇല്ലാതാവട്ടെ എന്ന് ശപിച്ചു. അത് കണ്ട് അർജുനൻ വില്ലുകൊണ്ടും മുഷ്ടി കൊണ്ടും യുദ്ധം തുടങ്ങി. അവസാനം ഭഗവാന് ഗത്യന്തരമില്ലാതായപ്പോൾ ഭഗവാൻ അർജുനനെ മുഷ്ടി കൊണ്ട് ഉഗ്രമായൊന്ന് പ്രഹരിച്ചപ്പോൾ അർജുനൻ വീണു ബോധം നഷ്ടപ്പെട്ടു. അത്രയുമായപ്പോഴേക്കും ദേവിക്ക് അർജുനനിൽ അനുകമ്പയായി. അർജുനൻ്റെ മോഹാലസ്യത്തെ നീക്കി. അപ്പോൾ അർജുനന് താൻ ആരോടാണ് എതിരിട്ടതെന്ന് ബോധ്യമായി. ഉടനെ അർജുനൻ ഭഗവാന്റെയും ദേവിയുടെയും കാൽക്കൽ വീണ് താൻ ചെയ്ത തെറ്റ് ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. കാട്ടാളരൂപിണിയായ പരമേശ്വരനും കിരാതരൂപിണിയായ പാർവതിയും വളരെ സന്തുഷ്ടരായി. അർജുനനെ ആവശ്യപ്പെട്ട പ്രകാരം പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചയച്ചു. അങ്ങനെ അർജുനൻ അസ്ത്രപുഷ്പങ്ങളെ കൊണ്ട് ഭഗവാനെ മൂടിയതിനെ അടിസ്ഥാനമാക്കിയാണ് പൂമൂടൽ എന്ന വഴിപാട് ഇവിടെ പ്രധാനമായി തീർന്നതെന്നാണ് ഒരു ഐതിഹ്യം. അതനുസരിച്ച് കിരാതരൂപിണിയായ തുരിതാദേവിയെ സങ്കല്പിച്ചാണ് അർച്ചന നടത്തുന്നത്. ഇതാണ് വിശ്വാസം. ഓം മഹേശ്വരിയേ നമഃ. എല്ലാവർക്കും നമസ്കാരം.